പേര് വേടൻ. എന്നാൽ വേട്ടയാടപ്പെടുന്നതും അയാൾ തന്നെ. കാരണം അയാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെ. അതെ, എല്ലാ അർത്ഥത്തിലും അയാൾ വേട്ടയാടപ്പെടുകയാണ്. ഗോൾവാക്കറെയും സവർക്കറെയും ആഘോഷിക്കപ്പെടുന്ന സത്യാനന്തര കാലത്ത് അതിനോടുള്ള രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിൽ അയ്യങ്കാളിയെയും അംബേദ്കറെയും യുവതലമുറയെ ഓർമ്മിപ്പിക്കുന്ന വേടൻ ഹിന്ദുത്വവാദികൾക്ക് കണ്ണിലെ കരടാവുക സ്വാഭാവികം. ഞാൻ ചെയ്യുന്നത് മഹാവീരൻ അയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സംഘപരിവാരങ്ങൾ എന്തിന് വേടനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു? ഉത്തരം വ്യക്തമാണ്. പ്രത്യക്ഷമായി ഹിന്ദുരാഷ്ട്രത്തെ എതിർത്തോ പിന്തുണച്ചോ പ്രസംഗിക്കുന്നില്ലെങ്കിലും ഭാരതത്തിലെ പൊള്ളുന്ന ജാതി ഭീകരതയ്ക്കെതിരായ വേടന്റെ വരികൾ സമൂഹം ഏറ്റുപാടും. അധ്യാപകന്റെ പോസ്റ്റ് ഈയിടെ ഫേസ്ബുക്കിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വെറുതെ ഇന്റർവെല്ലിന് പുറത്തുനിന്ന് സംസാരിക്കുകയാണെങ്കിലും വേടനെ കേൾക്കാൻ എപ്പോഴും ഒരു കൂട്ടം ചുറ്റുമുണ്ടാകുമെന്നായിരുന്നു അധ്യാപകന്റെ കുറിപ്പിൽ ഏറെ ശ്രദ്ധേയമായ വരികൾ. ഹിരൺദാസ് മുരളി വളർന്ന വേടനായപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂന്നിയ വരികൾ ഏറ്റുപാടുവാനും കേൾക്കാനും അയാളെ കാണുന്നതിനും ആൾക്കൂട്ടം തിങ്ങി നിറയുകയാണ്. വേടൻ എന്ന ക്രൗഡ് പുള്ളറെയും അയാളുടെ രാഷ്ട്രീയത്തെയും അടിച്ചമർത്തേണ്ടത് സംഘപരിവാരത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള ആക്രമണങ്ങൾ വേടനെതിരെ നടക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേടന്റെ പാട്ട് പഠിക്കുന്നതിനെതിരെ പരാതി കൊടുത്തതും RSS അനുഭാവികളാണ് എന്നത് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. നിലവിൽ നിയമപരമായ പരാതികളൊന്നും നിലനിൽക്കാത്ത സാഹചര്യത്തിൽ അയാളുടെ വിപ്ലവം ജ്വലിക്കുന്ന വരികൾ പരിഗണിച്ച സംസ്ഥാന ചലച്ചിത്ര ജൂറിയുടെ നിലപാട് പ്രശംസനീയമാണ്. ജയ് ഭീം പോലുള്ള സൗത്ത് ഇന്ത്യൻ സിനിമകളെ തടയുന്ന ദേശീയ ജൂറിയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന്റെ നിലപാടുകളും വേടനിലൂടെ നമ്മുടെ രാഷ്ട്രീയവുമാണ് മറ്റൊരു തരത്തിൽ കേരളം ഇന്ത്യക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്.